ഹായ്, ഇന്ന് ഡേ 88 ആണ്. നമ്മളെ ചലഞ്ചൊക്കെ ഈവനിങ് ടൈമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓൺലൈൻ പേഴ്സണൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുടങ്ങിയത്. ഈവനിങ് ടൈമിൽ നമ്മൾ 3 സെറ്റ് പുഷപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഇത്രയും വിയർത്തത് നമ്മൾ ഓൺലൈൻ ലൈവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിയർത്തതാണ്. നമ്മൾ ബാക്ക് ഫ്ലിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ബാക്ക് ഫ്ലിപ്പ് ആയാലും ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ് ആയാലും നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. പക്ഷേ നമ്മൾ നല്ല രീതിയിൽ റെസ്റ്റ് കൊടുത്താലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. റെസ്റ്റിങ് എനിക്കൊരു ഇത്തിരി കുറവുണ്ട്. കാരണം നമ്മൾ വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ മോർണിംഗ് ആൻഡ് ഈവനിങ് നമ്മൾ വർക്കൗട്ട് സെഷൻ ഉണ്ട്, പ്ലസ് ഈ ഒരു ചലഞ്ച് ഉണ്ട്. എല്ലാം കൂടി ആകുമ്പോൾ റെസ്റ്റ് ടൈം കുറവാണ്. അങ്ങനെ നമ്മൾ 4 സെറ്റ് പുഷപ്സും 3 സെറ്റ് പുള്ളപ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 1000 പഞ്ചസിലോട്ട് പോയി. 1000 പഞ്ചസ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇടിക്കാൻ പറ്റി. ഹാൻഡ് ഡ്രോപ്പ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഗ്ലൗസൊക്കെ ഇട്ട് നല്ല പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസുകൾ കൂടുതലാണ്. അത്ര തന്നെ. നമ്മൾ 500 പുഷപ്സും കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തീവ്രമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി ഫുൾ എഫേർട്ട് ഇട്ട് ചെയ്യുവാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. സ്റ്റേ ഫിറ്റ്. ശേഷം 50 ബർപ്പീസ് ആയിരുന്നു. 50 ബർപ്പീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അപ്പോൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതനുസരിച്ച് തന്നെ നല്ല റെസ്റ്റ് കൊടുക്കണം. ഫുഡിൻ്റെ ഒക്കെ ആയാലും ശ്രദ്ധിച്ചോണം. അല്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള നല്ല റിസൾട്ടുകൾ കിട്ടത്തില്ല. അങ്ങനെ 25 മീറ്റർ ഹാൻഡ് സ്റ്റാൻഡ് വാക്കിംഗ് ചെയ്തു. 25 ഹാൻഡ് സ്റ്റാൻഡ് പുഷപ്സ് ആയിരുന്നു. സപ്പോർട്ട് ഇല്ലാതെ ചെയ്തിട്ട് മാക്സിമം ഒറ്റ സെറ്റിൽ 6 കൗണ്ട് വരെ പോയുള്ളൂ. ബട്ട് നമ്മൾ ഡെഫിനറ്റ്ലി സപ്പോർട്ട് ഇല്ലാതെ 25 കംപ്ലീറ്റ് ആക്കണം. അതിന് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നതാണ് മെയിൻ. അപ്പോൾ നമ്മുടെ ചലഞ്ച് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും സ്റ്റേ ഫിറ്റ്.